ഹായ് ഹലോ അസ്സാം വലൈക്കും. വെൽക്കം ടു ഹെവൻ ഫുഡ്സ് കിച്ചൺ. ഇന്ന് വന്നിരിക്കുന്നത് വഴുതനനെ കൊണ്ടൊരു കിടിലൻ റെസിപ്പി ആയിട്ടാണ്. വഴുതനൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിലുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 വഴുതനയാണ്. വഴുതന ഒന്ന് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഞാൻ എല്ലേതും ഇതുപോലെ അരിഞ്ഞു എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് എന്തൊക്കെ വേണമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു വലിയൊരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ മീഡിയം സൈസിലുള്ളൊരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി അടുപ്പത്തൊരു പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വന്നാൽ കറിവേപ്പില ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് മാറ്റി വെച്ച വലിയുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. അതിനുശേഷം തക്കാളിയും പച്ചമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച വഴുതന ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അങ്ങനെ ഇത് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിൽ. ഇനി വെച്ച വെള്ളം ഞാനൊരു ചട്ടിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. ഇനി നേരത്തെ വഴറ്റി വെച്ച വഴുതനയും തക്കാളിയും ഉള്ളിയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 10 മിനിറ്റ് മൂടി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനിയൊന്ന് തുറന്ന് നോക്കാം. ചെറുതായിട്ടൊന്ന് വറ്റി വരണം, ഓവറായിട്ട് വറ്റരുത്. ചെറുതായിട്ട് വറ്റി വന്നാൽ മതി. അങ്ങനെ നമ്മളെ വഴുതനങ്ങ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വഴുതനങ്ങയൊക്കെ വീട്ടിൽ വാങ്ങുമ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. ചോറിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ്സ് അറിയിക്കുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിലുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. പിന്നെ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം